Okay, all of you mark your attendance. Mark your attendance now. ഇപ്പൊ പൂന്തോട്ടം എന്ന ഒരു പോയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടി എന്തൊക്കെയാണ് പൂന്തോട്ടത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടുവരികയാണ് അല്ലെ. നമുക്ക് നോക്കാം പൂന്തോട്ടത്തില് എങ്ങനെയാണ് പൂന്തോട്ടം എങ്ങനെയാണ് ചെയ്തത് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. രണ്ട് കുട്ടികൾ അതിൽ നിന്ന് വെള്ളം നനക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കൊന്ന് ചൊല്ലി നോക്കാതെ. നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവും നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാനെത്തും ചാരെ ഇളങ്കാറ്റും അല്ലെ. നമ്മള് പാടി എന്നാന്ന് നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. അപ്പൊ പൂന്തോട്ടം എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞു പൂന്തോട്ടം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പൂന്തോട്ടത്തിൽ എങ്ങനെയാ ഉണ്ടാവുക? ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുക, അതുപോലെ പുഷ്പിച്ചിട്ടുണ്ടാവും അല്ലെ. പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ പൂന്തോട്ടം ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മളൊരു ചെടി നടും അല്ലെ. നട്ട് കഴിഞ്ഞിട്ടോ വെറുതെ അവിടെ ചെടി നട്ടാ നമുക്ക് പൂന്തോട്ടാവോ? ഒരു തൈ എവിടെ വെച്ചാ മതിയോ മക്കളെ? ഇന്ന് ആർക്കും എനർജി ഇല്ലേ? ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ മക്കളെ? ഇല്ല അല്ലേ. ചെടി അവിടെ നട്ടാ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം? നനയ്ക്കണം. വെള്ളമൊഴിക്കുകയും വളമിടുകയും. ഓക്കെ, നമ്മളൊരു കുഞ്ഞു മക്കളെ എങ്ങനെയാ നോക്കുന്നത് അതുപോലെ നോക്കണം അല്ലെ. എങ്ങനെയാ? അതിനാവശ്യമുള്ള വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം അല്ലെ. അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു ചെടിയും പുഷ്പിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ അല്ലെ. അതേപോലെ ആദ്യം നട്ടു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മളെ നനയ്ക്കണം, വെള്ളം ഒഴിക്കണം അല്ലെ. പിന്നെ എന്താ ചെയ്യണ്ടേ? വളമിട്ട് കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. അപ്പൊ എന്താ അതിന് പറഞ്ഞത്? നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുല്ലപ്പൂന്തോട്ടം നനച്ചിട്ട് എങ്ങനെ? നട്ടാ മാത്രം പറ, നനച്ച് കൃത്യമായി പരിപാലിച്ചാൽ മാത്രമാണ് ഒരു ചെടി പുഷ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെ. അതേപോലെ പിന്നെന്താ പറഞ്ഞേ? എന്നിട്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്താ? മൊട്ടുകൾ പൂവുകളാവും നേരം ചെടിയൊക്കെ നന്നായി വളർന്ന് അതിന് മൊട്ടുകൾ ഉണ്ടാവും. മൊട്ട് കഴിഞ്ഞിട്ട് അത് പൂ ഇങ്ങനെ വിടർന്ന് വരുമ്പോ നമുക്ക് എന്തുണ്ടാവും? മൊട്ടിടുമല്ലോ രോമാഞ്ചം. നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും അല്ലെ. രോമാഞ്ചം, രോമൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് സന്തോഷിക്കുമ്പോഴല്ലേ ഉണ്ടാവും നമുക്കല്ലേ. മൊട്ടിടും നമ്മുടെ മനസ്സിലും അല്ലെ സന്തോഷം. പിന്നെന്താ പറഞ്ഞേ? കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. എന്ത് പറ്റി ഗായത്രിക്ക്? ഗായത്രിക്ക് അരിയാണല്ലോ. വീഡിയോ ഓഫ് ആക്കിയല്ലോ. ടേൺ ഓൺ യുവർ വീഡിയോ. ഹനിയ ഫാത്തിമ, മുഹമ്മദ് മർവാൻ. എന്ത് പറ്റി ഗായത്രി കുട്ടി? എന്തിനാ കരയുന്നേ? കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. അപ്പൊ പൂവുകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോ എന്ത് ചെയ്യും? അവിടെ കരിവണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും. എന്തിനാ? അതിന്റെ തേൻ കുടിക്കാനാണെന്ന് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അപ്പൊ അതിന്റെ ഭക്ഷണം തേടി അവരും വരും. കരിവണ്ടുകൾ വരും, പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ വരും അല്ലെ. അതിന്റെ തേൻ കുടിക്കാൻ വേണ്ടി വരും. അതിന്റെ ചുറ്റും ഇങ്ങനെ വട്ടം തൊടിയിൽ അതായത് നമ്മുടെ തൊടിയില് വട്ടം ചുറ്റി നിൽക്കും. പിന്നെന്താ പറഞ്ഞേ? ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. പിന്നെന്താ ഉണ്ടാവുക? പരിമളം, സുഗന്ധം. പൂക്കൾക്ക് എങ്ങനെയാ ഉണ്ടാവുക? സുഗന്ധം ഉണ്ടാവുമോ? സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മീനിങ് എന്താ? നല്ല മണം, സുഗന്ധം അല്ലെ. നല്ല ഗുഡ് സ്മെല്ലിനാണ് സുഗന്ധം എന്ന് പറയുക. ബാഡ് സ്മെല്ലല്ല അല്ലെ. പൂക്കൾക്ക് ഉണ്ടാവുക നല്ല മണം ഉണ്ടാവും അല്ലെ. ദുർഗന്ധം അല്ല, സുഗന്ധം ഉണ്ടാവും. അപ്പോ ഇത്തിരി പരിമളം, സുഗന്ധം ഊറ്റിയെടുക്കാൻ എത്തും ചാര ഇളങ്കാറ്റ്. ചാര ഇളങ്കാറ്റ് ഇങ്ങനെ വീശുമ്പോ എന്തുണ്ടാവും? നല്ല പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നിടത്ത് നല്ല മണം ഉണ്ടാവും പൂന്തോട്ടത്തിന്
അല്ലേ? അതാ പറഞ്ഞേ. അപ്പൊ ഈ കാറ്റും അവിടെ എത്തിച്ചേരും. എന്തിനാ? സുഗന്ധമൊക്കെ എല്ലാവർക്കും തരാൻ, അല്ലെ? ഊറ്റിയെടുക്കാൻ വേണ്ടി. ഓക്കെ, അത്രയാണ് നമുക്കതില് പഠിക്കാനുള്ളത്. പൂന്തോട്ടം എന്ന ആ ഒരു റൈംസില് ഉണ്ടോ? ഞങ്ങൾ കണ്ട പൂന്തോട്ടം വിവിധ നിറത്തിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്, അല്ലെ? അതിന് നനച്ചു കൊടുക്കുകയാണ് 2 കുട്ടികൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ വീട്ടില്? പൂക്കൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ? പൂന്തോട്ടത്തിലെല്ലാം പരിപാലിക്കാറുണ്ടോ? ഒരുപാട് പൂക്കൾ ഉണ്ടോ മക്കളുടെ വീട്ടില്? എന്തൊക്കെ പൂക്കളാണ് ഉള്ളത് പൂന്തോട്ടത്തില്? കൊറേ പുഷ്പങ്ങളുണ്ടാ? ജമന്തി, ചെമ്പരത്തി, പിന്നെ പിന്നെയോ? കോളാമ്പി, ചെത്തി, ചെമ്പരത്തി, പിന്നെയോ? ഒരുപാട് പൂക്കൾ ഉണ്ട് അല്ലേ വീടുകളില്? ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും, അല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഇന്നലെ കണ്ടിനോ ബസ്സിനെ? എങ്ങനെയുണ്ടായിരുന്നു? വരണമെന്ന് തോന്നിയോ ഹാനിയ കുട്ടിക്ക്? വന്നിനോ? അയ്യോ, മിസ് കണ്ടില്ലടാ. നിങ്ങള് മറ്റേ ബസ്സിലെല്ലാവരും കേറിയല്ലേ? നിഹാരി കണ്ടോ? നിഹാല് കണ്ടു, മർവാൻ കണ്ടു, അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ജയാൻ കണ്ടു. മാനവേ, ഇന്നലെ നമ്മളെ സ്കൂളിൽ എന്തൊക്കെയാ പരിപാടി ഉണ്ടായിരുന്നു മാനവേ? മാനവിന് ബസ് കാണാൻ പറ്റിയില്ല, അല്ലേ? ആയതുകൊണ്ട്. മോൻ കണ്ടില്ലേ? മർവാൻ കണ്ടില്ലേ? നമ്മളെ സ്കൂളിന് അഫിലിയേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ട് വലിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ സ്കൂളിന് അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും കണ്ടിട്ടുണ്ട് അല്ലേ? കുറെ പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പൂന്തോട്ടം എന്ന കവിത പഠിച്ചോ? എല്ലാ മക്കളും പാടാൻ പഠിച്ചോ? ഓക്കെ, നമുക്കൊന്ന് ഒന്നിച്ച് പാടാം. ഉറക്കെ പാടണേ മക്കളെ. ഓക്കെ. നട്ടു നനച്ചു വളർത്തുക നമ്മൾ, നട്ടു നനച്ചു വളർത്തുക നമ്മൾ. ഒന്നുകൂടി, വൺസ് മോർ. ശ്രദ്ധിക്കോട്ടാ. നട്ടു നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം, മൊട്ടുകൾ പൂവുകളാവുന്നേരം പൊട്ടിടുമല്ലോ രോമാഞ്ചം. ഇവിടെ സയാനാണോ വണ്ടി ഓടിച്ചു കളിക്കുന്നേ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും, കരിവണ്ടുകളും പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാനെത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ, ഒന്നുകൂടി പാടാ. നട്ടു നനച്ചു നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം,
മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. പഠിച്ചോ? ആരൊക്കെ പഠിച്ചോ? ഒന്ന് കൈ കാണിച്ചു മിസ്സിനെ. പഠിച്ചവര് പാടാൻ പഠിച്ചോ? റെഡിയാണോ? ആരും റെഡിയല്ല? ആരും പഠിച്ചില്ല? ആർക്കും ധൈര്യമില്ല പാട്ട്. അഹമ്മദ് ഷെസിലുണ്ടോ? പഠിച്ചോ? ഇല്ല. പിന്നെ ധൻദേവ്, വെരി ഗുഡ് വെരി ഗുഡ്. ആ ധൻദേവ് പാടിയ ധൻദേവേ. നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകളാവുന്നേരം മൊട്ടിലുമല്ലോ ആഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരിളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ് ധൻദേവേ. ഇനി ആരാ പഠിച്ചേ? താങ്ക് യു. ഓക്കെ. റിഷാൻ. നട്ടു വളർത്തുക നമ്മൾ നല്ലൊരു നല്ല പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകൾ നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാനെത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ് റിഷാൻ. നെക്സ്റ്റ് ആരാ പാടുന്നേ മക്കളെ? ഇനി ആരാ പാടുന്നേ? മർവാൻ. ഓക്കെ, മർവാൻ. നല്ലൊരു പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ ചുറ്റിടുമല്ലോ. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ് മർവാൻ. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരാ പഠിച്ചേ? ഹനിയ ഫാത്തിമ. ഹനിയ കുട്ടി പഠിക്കും. നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും.
ഓക്കെ വെരി ഗുഡ് അനിയ. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആഫിയ. വളർത്തുക നമ്മൾ എല്ലാവിധം പൂന്തോട്ടം. കുട്ടികൾ നേരം കുട്ടിയുമല്ല രാമാജം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിൽ വട്ടം ചുറ്റിയിടും. എത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ആരാ പാടുന്നേ മക്കളെ? ഫാത്തിമ. ഓക്കെ ഫാത്തിമ കുട്ടി പാടിക്കോ. വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടമുകൾ പൂവാവന്നേരം രാമാജം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പെരുമഴ ഊറ്റിയെടുക്കാൻ എത്തും അല്ലോ ചാരയിലും കാറ്റും. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ മക്കളെ? റിഹാൻ. വളർത്തുക മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകൾ ആവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. പൂമ്പാറ്റകളും ചീടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ ഇത്തിരി ഓക്കെ വെരി ഗുഡ് റിഹാൻ. നെക്സ്റ്റ് ആരാ പാടുന്നേ മക്കളെ? 1 2 3 4 പേരിലെ 5 6 പേരിലെ പാടിയുള്ളൂ. ഇനി ആരാ ഇന്ന് പാടുന്നേ? നിഹാര. ടീച്ചർ തല്ലു വരും. നിന്റെ സ്ഥലത്ത് ഇരിക്കുമ്പോ നിഹാര വേഗം പാടിയേ. പാടുവോ? എന്നാ നിഹാല് പാടിക്കോ. നിഹാല് നിഹാര പാടുന്നുണ്ട്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നല്ലൊരു പൂക്കളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടികളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. തൊടിയിൽ വട്ടം ചുറ്റി നടക്കും. ഇത്തിരി നടക്കുകയില്ലല്ലേ പൂമ്പാറ്റയെല്ലാം? ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ പാടിക്കോ നിഹാര. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ
എത്തും ചാര ഇളങ്കാറ്റും. കാറ്റ് നടന്നു വരുമല്ലേ? ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കാറ്റ് പറന്നു വരും. ആ കാറ്റിന് പറന്നു വരാൻ ചിറകുണ്ടോ നിഹാര? ഉണ്ടോ? ഇല്ല അല്ലേ? ആ കാണാ ചിറകേ ഉള്ളൂ കാറ്റിന്. നമ്മൾ പഠിച്ചല്ലേ, കാണാത്ത ചിറകേ ഉള്ളൂ കാറ്റിന് അല്ലേ? കാണാ ചിറക് വിരുത്തി കാറ്റ് പറന്നു വരും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അതാണ് ചെയ്യുന്നത് അല്ലേ? ആ കരിവണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ തൊടിയിലെത്തും. എങ്ങനെ? ഓക്കെ, വെരി ഗുഡ് നിഹാര. നിഹാല് പാടുന്നുണ്ടോ? ആ പാടിക്കോ. നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ല നല്ല പൂന്തോട്ടം. മുട്ടകൾ പോകുന്ന നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും കയ്യിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എച്ചും ചാരിയിളം കാറ്റും. ഓക്കെ, വെരി ഗുഡ് നിഹാൽ. നെക്സ്റ്റ് ഹർഷാൽ. ഹർഷാലിന് ബുക്ക് ഉണ്ടോ? ഹർഷാലേ, ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് പറയുക. ആ എന്നാ പറഞ്ഞോ. ഗുഡ് ബോയ്. വളർത്തുകൾ നമ്മൾ നല്ല പൂന്തോട്ടം. മുട്ടുകൾ പൂവുകൾ ആകും നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടോടും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ഇളം കാറ്റും. ചാരെ അടുത്ത് നർത്തം, സമീപത്ത്. ആ എത്തും ചാര ഇളങ്കാറ്റും. ഇളങ്കാറ്റ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഹർഷാൽ. നെക്സ്റ്റ് സയാൻ, മുഹമ്മദ് സയാൻ. നനച്ചു വളർത്തുക നമ്മൾ. വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും. ചാരെ ഇളങ്കാറ്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ് ഷൈജു.
बोलो बोलो गुड मॉर्निंग बोलो बोलो मैम ഗുഡ് മോർണിംഗ് മാനവേ മിസ് പാടാ. നട്ടു നനച്ചു വളർത്തുക നമ്മൾ, നനച്ച് വളർത്തുക നമ്മൾ, നല്ലൊരു പൂന്തോട്ടം. ഞാൻ നീ പറയുന്ന പോലെ ആയിപ്പോയി മാനവേ. നല്ലൊരു പൂന്തോട്ടം. പാടേ. മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റ. അല്ല, ഛത്തീസ്ഗഡിലെത്തിയ പിന്നെ മാനവെല്ലാം മറന്നോ മലയാളം? അല്ലേ മാനവേ? നാട്ടിലുള്ള സമയത്ത് കുറച്ചുകൂടി നല്ലപോലെ മലയാളം പറയുന്നുണ്ടായിരുന്നല്ലോ. മിസ്സിനെ നീ മറ്റുള്ള ഭാഷകൾ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ മലയാളേ പറയുന്നില്ലേ? ഇല്ലേ? അയ്യോ അടുത്ത ദിവസത്തേക്ക് മാനവൻ നല്ലതുപോലെ പഠിക്കണേ. നമുക്ക് നമ്മുടെ മലയാള ഭാഷയും പഠിക്കണ്ടേ അല്ലേ? മാതൃഭാഷയും പഠിക്കണ്ടേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത ദിവസം പാടണേ. ഓക്കെ ഓക്കെ. ഇനി ആരാ പാടാനുള്ളത്? ഇഷിത ഉണ്ട്. ഇഷിത ഒന്ന് ഉറക്കെ പാടി. ഇഷിത വേഗം പാട്. വളർത്തുക നമ്മൾ നല്ലൊരു പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും. ഓക്കെ. ഇനി ഗായത്രി പാടിയ. ഗായത്രി വേഗം പാടിയ. ഗായത്രി നട്ടു നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ്. അഹമ്മദ് ഷെസിൻ പഠിച്ചില്ലല്ലോ? പഠിച്ചോടാ? പഠിക്കോ.
ഇല്ലേ? ഇത്രയും പ്രാവശ്യം മിസ് പാടിയിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവട്ടുകളും പൂമ്പാറ്റുകളും തൊടിയിൽ വട്ടം ഇത്തിരി പരിമളം എത്തും ചാരയിളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നല്ലതുപോലെ വായിക്കണം മക്കളെ. മിസ് ഇപ്പൊ എത്ര പ്രാവശ്യം വായിച്ചു എന്നിട്ടും മക്കൾ പഠിച്ചില്ല. കുറെ പേര് പഠിച്ചു, കുറച്ചു പേര് പഠിച്ചില്ല അല്ലേ? ഓക്കെ, സ്വരാക്ഷരങ്ങൾ എല്ലാവരും എഴുതി പഠിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? മറന്നുപോയല്ലേ? ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താ നോക്കിയേ മക്കളെ? വായിക്കാം എഴുതാം അല്ലേ? എന്താണെന്ന് വായിച്ച് നമ്മൾ LKG ക്ലാസ്സിൽ പഠിച്ചാണല്ലോ അത്. 2 അക്ഷരവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന 2 അക്ഷരവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ മക്കളെ. വെരി ഗുഡ്. തറ, തറ പന. തറ പന. വെരി ഗുഡ്. തറ പന. തറ പന. കണ്ടോ? തറ പന. അപ്പൊ നിറം കൊടുക്കുക എന്ന് പറഞ്ഞ് താഴെ കണ്ടോ ഒരു ആക്ടിവിറ്റി കണ്ടോ നിങ്ങൾക്ക്? പേജ് നമ്പർ 10 ഇതാ തറയുണ്ട്. പിക്ചറിൽ ഫസ്റ്റ് വൺ തറ, നെക്സ്റ്റ് പന. അക്ഷരം നോക്കി തന്നെ നിങ്ങൾ വായിക്കണം കേട്ടോ. നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. ഇത് നോക്കി മക്കൾ പഠിക്കണം. തറ പിക്ചർ മാത്രം നോക്കി വായിക്കരുത്, അക്ഷരം നോക്കണം. തറ, തറ. ഓൾ ഓഫ് യു ലിസൺ. ഇല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതാ ഇവിടെ നോക്കി മിസ് കാണിച്ചിരുന്നേല്. തറ, തറ. പന, പന. നമ്മൾ പഠിച്ച അക്ഷരമാണ്. LKG ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. നെക്സ്റ്റ് തറ പന. കണ്ടോ നിങ്ങള്? നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ട്. കണ്ടോ അവിടെ? നിറം കൊടുക്കാം. ഈ തറക്കും ഈ പനക്കും നിറം കൊടുക്കണം. കണ്ടോ? താറ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുക്കണം. ഇത് എഴുതുമ്പോൾ ഇങ്ങനെ നിറം കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും തറ പന 2 വാക്കുകളാണ്. തായും റായും നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങള്. അത് വെച്ച് 2 വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ? തറയും പനയും. അപ്പൊ താ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റാ പഠിച്ചിട്ടുണ്ട്, താ പഠിച്ചിട്ടുണ്ട്, പാ പഠിച്ചിട്ടുണ്ട്, നാ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ തറ പന. തറ പന. പറഞ്ഞോ? ബുക്കില്ലാത്തവര് കുഴപ്പമില്ല കേട്ടോ. ഇഷ്ടമുള്ള കളർ കൊടുത്താൽ മതി. ഇന്ന കളർ ഒന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അവിടെ കൊടുക്കാം. നെക്സ്റ്റ് നോക്കിയേ, ഒരു പക്ഷി പിടിച്ചിട്ടുണ്ട്. 2 പക്ഷി കുഞ്ഞുങ്ങള്. ഒരു പിക്ചർ. പയ്യെ തിന്നാൽ പനയും തിന്നാം. എന്താ അങ്ങനെ പറഞ്ഞ? പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എന്നല്ലേ? എന്ത് ചെയ്യണം? പയ്യെ തിന്നാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളെ ഹോംവർക്കിൽ തരുമ്പോ ഒരുപാട് തരും അല്ലെ? എല്ലാ ടീച്ചേഴ്സും കൂടെ ആവുമ്പോ കുറെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്താൽ എങ്ങനെയാ? കുറേശ്ശെ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? പയ്യെ തിന്നണം. അപ്പൊ പനയും തിന്നാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചിപ്പോ പഠിക്കാനൊക്കെ പറഞ്ഞ കുറച്ചായി കാര്യങ്ങൾ പഠിച്ചെടുക്കുക അല്ലേ? ഒന്നിച്ചു വെച്ചാലോ നമുക്ക് പറ്റുമോ? ഒരുപാട് ബുദ്ധിമുട്ടാവും അല്ലേ? മടിയൻ മല ചുമക്കും. അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുള്ള അതാണ്. എന്ത്? മടിയൻ മല ചുമക്കും. എങ്ങനെയാ? കൂട്ടി വെക്കും അല്ലെ? നമ്മളെ എക്സാമിന്റെ തലേന്നൊക്കെല്ലാം എന്നിട്ട് ഒന്നിച്ച് മല തന്നെ ചുമക്കേണ്ടി വരും. അതിലും ഭേദം എങ്ങനെയാ? പയ്യെ തിന്നണം. കുറേശ്ശെ നമ്മൾ ആദ്യമേ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അന്നന്ന് തന്നെ ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങള് ഡെയിലി തന്നെ ചെയ്യണം. പിറ്റത്തെ ദിവസത്തേക്ക് നമ്മള് മാറ്റി വെക്കരുത് അല്ലെ?
അപ്പൊ എന്താവും നമുക്ക് ഒരുപാട് അധിക ലോഡുകൾ വരും അല്ലെ, അധിക വർക്കുകൾ വരും. അപ്പൊ എന്ത് ചെയ്യാ, പയ്യെ തിന്നുക. അപ്പൊ പനയും കൂടെ തിന്നാൻ പറ്റും, മുള്ള് അല്ലെ, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറഞ്ഞ പോലെ. തിന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. നിങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങള് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മടിയൻ മല ചുമക്കേണ്ടി വരും. മടിയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ മക്കളെ? ആർക്കെങ്കിലും മടിയുണ്ടോ? അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലേ? ഗുഡ് ബോയും ഗുഡ് ഗേളും ആണ്. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മല ചുമക്കേണ്ടി വരുവേ. അതുകൊണ്ട് ആരും മടിയന്മാരാകരുത് കേട്ടോ. ഓക്കെ. എല്ലാവരും എന്ത് ചെയ്യണം, അക്ഷരദീപം ബുക്ക് എഴുതണം. എന്തായി നമ്മുടെ LKGയിലത്തെ അക്ഷരദീപം ബുക്ക് ഫിനിഷ് ആയോ എല്ലാവർക്കും? അക്ഷരദീപം A ബുക്ക് ഫിനിഷ് ആയോ മക്കളെ? നമുക്ക് ബിയിലേക്ക് കടക്കേണ്ടതുണ്ട് അല്ലേ? അത് ഓക്കെ. അപ്പൊ എന്നാ എന്ത് ചെയ്യണം, നമ്മള് അക്ഷരദീപം B എന്ന ഒരു ബുക്ക് ഉണ്ട്, UKGയുടെ അക്ഷരദീപം B എന്ന ഒരു ബുക്ക് ഉണ്ട്. അതെടുത്തിട്ട് മക്കളവിടെ ഫസ്റ്റ് പേജിൽ എന്താണെന്ന് വിചാരിച്ചാ അത് എഴുതാൻ തുടങ്ങുക. LKGയിലത്തെ അക്ഷരദീപം, അതായത് അക്ഷരദീപം A കംപ്ലീറ്റ് ആയ കുട്ടികൾ. ഓക്കെ, ബൈ, സി യു, ടൈം ഈസ് ഓവർ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ. അതിന്റെ പിന്നെ ബൈ, സി യു. ഓക്കെ, വെൽക്കം.